ആദ്യം തന്നെ ഈ മലയാളത്തിൽ വരുമ്പോ ഒരു അമ്മ ക്യാരക്ടറിൽ അല്ലാതെ വരണൊരു അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. എനിക്കങ്ങനെ ഒരു ആക്ട്രസ് ആവണമെന്നൊന്നും അങ്ങനെ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. സിനിമയിൽ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് വന്ന ഒരാളാണ് ഞാൻ. സ്റ്റൈലിസ്റ്റായിട്ട് വന്നതും 2-3 ആഡ് ഫിലിംസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല. ഒരു ആക്സിഡൻ്റൽ ആക്ടർ എന്ന് തന്നെ പറയാം. നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ അമ്മമ്മയോ മുത്തശ്ശിയോ എന്താന്ന് വെച്ചാൽ മേക്കപ്പ് ഉണ്ടല്ലോ അല്ലേ? പക്ഷേ ഈ പടത്തിൽ ലിപ് ബാം പോലും വിട്ടില്ല സാറുടെ. ആണോ? ഞാൻ ഫുൾ സ്റ്റൈൽ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റിൽ പോയപ്പോൾ സാറിന് പ്ലീസ് വൈപ്പ് യുവർ മേക്കപ്പ്. ഐ സെഡ് സർ എന്നെ കാണാൻ കൊള്ളില്ല, ലൈക്ക് മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് ഹൗ വൈ വീട്ടിലിരിക്കുന്ന ഒരു അമ്മയ്ക്ക് ഇത്ര മേക്കപ്പ് ഒന്നും വേണം. അതിൻ്റെ ഒന്നും ലിപ് ബാം ലിപ്സ്റ്റിക്കും എല്ലാം എടുത്തു. സോ ദാറ്റ് ഗേവ് മീ ആക്ച്വലി ക്വൈറ്റ് എ ചാലഞ്ച് സത്യം പറഞ്ഞാല്. നമ്മുടെ മുഖം എപ്പോഴും സ്റ്റൈലിസ്റ്റ് കൂടെ മേക്കപ്പ് ഇട്ടിട്ടാണല്ലോ പുറത്തു പോവാ അല്ല? ഭയങ്കര മടിച്ചാ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര പാടല്ലേ. പിന്നെ ഇത് താഴെ വരുന്നുണ്ടോ മേലെ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ബട്ട് സോ ദെൻ ഇപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റ് ചെറിയ പ്രായത്തിൽ തന്നെ പല റോൾസും ചെയ്തിട്ടുണ്ട്. സോ ഐ എം ലുക്കിംഗ് ഫോർ സംതിങ്. അതെനിക്കൊരു വലിയൊരു ചാലഞ്ചായിട്ട് തോന്നിയില്ല. ബട്ട് ഒരു ആഡിൽ ഞാൻ 65+ വരെ പോയി. അതിൽ എന്നെ കണ്ട മനസ്സിലാവ് പോലും ഇല്ല. ബട്ട്